മാധവ്ഗഞ്ച് എന്ന സ്ഥലത്ത് മദൻ എന്നു പേരുള്ള ഒരു വൃദ്ധൻ കിച്ചടി കട നടത്തുകയായിരുന്നു. മദൻ ഒരു കഠിനാധ്വാനിയായിരുന്നു. പക്ഷേ അദ്ദേഹം ഉണ്ടാക്കുന്ന കിച്ചടി ആർക്കും തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എപ്പോഴും പരാജയം പിന്തുടർന്നുകൊണ്ടിരുന്നു. ഇന്നും ഈ കിച്ചടി വിറ്റിട്ടേ ഇല്ലല്ലോ. ഓരോരോ വർഷങ്ങളായിട്ട് ഓരോരോ സ്ഥലം പോയിട്ട് ഈ കിച്ചടി ഞാൻ വിറ്റോണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ പഴയ കാലത്തുള്ള ഈ ഭക്ഷണം ഇപ്പോൾ ആരാണ് കഴിക്കാൻ പോകുന്നത്? അപ്പോഴാണ് ചമ്പക് മദന്റെ അടുത്തു വന്ന് പറഞ്ഞത്, മദൻ ചേട്ടാ, ഈ കിച്ചടി ആണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നുണ്ടാക്കി കഴിക്കില്ലേ? ഇപ്പോൾ നിങ്ങൾ ഈ കിച്ചടി വിൽക്കുന്ന നിർത്തുന്നത് നല്ലതാണ്. വേറെ എന്തെങ്കിലും വ്യാപാരം ചെയ്തോടെ? ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇതുപോലെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം. എനിക്ക് അറിയാം ചമ്പക്, പക്ഷെ എന്റെ അടുത്ത് അത്ര പണമൊന്നും ഇല്ലല്ലോ. വേറെ വ്യാപാരം ചെയ്യാനും എനിക്ക് അതിനുള്ള വയസ്സുമില്ല. എന്നെ കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വെച്ചാൽ നിങ്ങളുടെ ജീവിതം തീർന്നു പോയെന്ന് പറയൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളോണ്ട് വിശപ്പില്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇല്ലെങ്കിൽ ഈ കിച്ചടി മൊത്തം നിങ്ങൾ തന്നെ തിന്നേക്കണം. ചമ്പക് പറഞ്ഞത് കേട്ട് മദന് ഒരുപാട് വിഷമമായി. മദൻ തന്റെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയതും അദ്ദേഹം മീനാക്ഷിയോട് എന്താ പറഞ്ഞതെന്നോ? എന്നോട് ക്ഷമിക്കണം മീനാക്ഷി, നിന്റെ മൊത്ത ജീവനും ഈ പാവപ്പെട്ടവനോട് നീ കഴിഞ്ഞു കഴിഞ്ഞല്ലോ. ഏയ്, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ നിങ്ങളോട് ഇതുവരെ യാതൊരു കുറ്റവും പറഞ്ഞിട്ടില്ലല്ലോ. എന്നാലും വേണ്ട, എന്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാ. പക്ഷേ നമ്മുടെ അവസ്ഥ കുറച്ച് മോശമാണ്. ഞാൻ നമ്മുടെ ഗ്രാമത്തിലുള്ള അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാം. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഞാനും അമ്പലത്തിലേക്ക് വരാം. പക്ഷെ ഒന്നും പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല മീനാക്ഷി, ദൈവം തുണയായിട്ട് നിന്നെ എനിക്ക് തന്നിട്ടുണ്ടല്ലോ. ആ നല്ലതിന് വേണ്ടി ഞാൻ ദൈവത്തിന് വേണ്ടി പറയാൻ വേണ്ടി വന്നതാണ്. പിറ്റേ ദിവസം മീനാക്ഷിയും മദനും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച ശേഷം ഗ്രാമവഴിയിലൂടെ തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അപ്പോഴാണ് മീനാക്ഷിയുടെ നോട്ടം നദീക്കരയിലുള്ള പളപള എന്ന് തിളങ്ങുന്ന ഒരു കല്ലിന്റെ മേൽ പതിച്ചത്. ഒന്നിങ്ങോട്ടേക്ക് നോക്കൂ, എന്തൊരു ഭംഗിയുള്ള കല്ലാണ്. ഇത് കാണാൻ തന്നെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയി അലങ്കാര വസ്തുവിന്റെ കൂടെ വെക്കാം. നീ പറയുന്ന പോലെ ഞാൻ ചെയ്യാം മീനാക്ഷി. മദൻ ആ കല്ല് കയ്യിലെടുത്തു. അതിനുശേഷം രണ്ടുപേരും വീട്ടിലേക്ക് പോയി കിച്ചടി ചെയ്യാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു. ശരി, ഇതിപ്പോൾ ജോലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇത് പാത്രത്തിൽ എടുത്തു വെക്കും മീനാക്ഷി. ശരി, ഇന്നെങ്കിലും ഈ കിച്ചടി മുഴുവൻ ഒന്ന് വിറ്റുപോയാൽ മതിയായിരുന്നു. ഇങ്ങനെ കച്ചവടം ഒന്നും നടന്നില്ലെങ്കിൽ ഈ മാസം ചരക്ക് വാങ്ങാൻ കൂടി പൈസ ഉണ്ടാവില്ല. നമ്മളെ കൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഈ ഭാരമൊക്കെ ആ ഈശ്വരന്റെ മേലെ ഇട്ടേക്ക് മീനാക്ഷി. വെന്തതിനു ശേഷം കിച്ചടി മൂടി വെക്കാനായി മീനാക്ഷി നടന്നു. പക്ഷേ അബദ്ധത്തിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന കല്ല് ആ കിച്ചടിക്കുള്ളിലേക്ക് വീണു. അയ്യോ ഭഗവാനെ, എന്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിപ്പോയല്ലോ. എന്തുപറ്റി? കയ്യിൽ വെച്ചിരുന്ന ആ കല്ലില്ലേ, അത് കിച്ചടിക്കുള്ളിലേക്ക് വീണു. അല്ലെങ്കിലേ ഈ കിച്ചടി ഒന്നും വിൽക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഇടയിലൂടെ ഇങ്ങനെയും ഒരു കാര്യങ്ങള്. ഇതാണോ കാര്യം? നീ ഒന്നും വിഷമിക്കണ്ട, ഞാൻ ആ കല്ല് പെട്ടെന്ന് തന്നെ അങ്ങ് എടുത്തേക്കാം. പക്ഷേ ഇപ്പൊ പുതിയതായിട്ട് കിച്ചടി ചെയ്യാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. നമ്മൾ ഇനി എന്ത് ചെയ്യും? എങ്ങനെയോ ഈ മസാല കിച്ചടി ആരും വാങ്ങാൻ പോകുന്നില്ല. എനിക്കാണെങ്കിൽ നേരമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കിച്ചടി തന്നെ അങ്ങ് എടുത്തിട്ട് പോയേക്കാം. ആ മസാല കിച്ചടിയും വെച്ച് മദൻ ആ വഴിയോരത്ത് നിന്നു. എന്നത്തെയും പോലെ ആ ദിവസവും ആരും വന്നില്ല. പക്ഷെ പെട്ടെന്നൊരു ചെറുപ്പക്കാരൻ ആ സ്ഥലത്തേക്ക് വന്നു. ഇവിടെ നോക്കും ദിശ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് വിറ്റോണ്ടിരിക്കുന്നത്? ഇത് കിച്ചടിയാണ് മോനെ, നിനക്ക് വേണമെങ്കിൽ ഞാൻ തന്നേക്കാം. ഇത് സാധാരണ ഭക്ഷണമാണ്. ചേട്ടാ, ഏത് ഭക്ഷണമായാലും അത് വിശപ്പിനല്ലേ. നിങ്ങൾ വേഗം തന്നെ ഒരു പ്ലേറ്റ് എടുത്തേക്ക്. ശരി മോനെ. ആ ചെറുപ്പക്കാരൻ ആദ്യത്തെ ഉരുള വായിൽ വെച്ചപ്പോഴേക്കും അവന് അത്രമൊരു രുചി അനുഭവപ്പെട്ടു. അതായത് നിമിഷ നേരം കൊണ്ട് ആ പ്ലേറ്റ് മുഴുവൻ അവൻ കാലിയാക്കി. എന്നിട്ട് അവൻ പറഞ്ഞു, ഇതുപോലുള്ള കിച്ചടി ഞാൻ കഴിച്ചിട്ടേ ഇല്ല.
ഇത് പന്നീരും പിന്നെ ദാൽ മഖനിക്കാട്ടും സൂപ്പറായിട്ടുണ്ടല്ലോ. വളരെ നന്ദിയുണ്ട് മോനെ. പക്ഷെ എനിക്ക് അറിയാം ഈ ഭക്ഷണം അത്ര സ്പെഷ്യൽ ഒന്നും അല്ല എന്ന്. ഇല്ല ചേട്ടാ, ഞാൻ പറയുന്നത് സത്യമാണ്. ഇത്രയും രുചിയുള്ള ഭക്ഷണം ഞാൻ കഴിച്ചിട്ടേ ഇല്ല. ആ ചെറുപ്പക്കാരൻ പറയുന്നത് കേട്ട് ചമ്പക്കും പിന്നെ സമീപത്തുള്ളവരെല്ലാവരും മദന്റെ അടുത്തേക്ക് വന്നു. എന്താണ് കാര്യം ചേട്ടാ? അങ്ങനെ അവന് നിങ്ങൾ എന്ത് കിച്ചടിയാണ് കൊടുത്തിരിക്കുന്നത്? ഈ പയ്യൻ വളരെ സന്തോഷമായിട്ടുണ്ടല്ലോ. ഞങ്ങൾക്കും തന്നേക്ക്, അതെങ്ങനെയുണ്ട് നോക്കട്ടെ. മദൻ ഒരു പ്ലേറ്റ് കിച്ചടി കൊടുത്തു. കിച്ചടി കഴിച്ച എല്ലാവരും വളരെയധികം സന്തോഷവാന്മാരായിരുന്നു. അടിപൊളിയാണല്ലോ. ഇത് എന്താണ് കാര്യം? ഈ പയ്യൻ പറഞ്ഞത് സത്യമാണ്. ഈ കിച്ചടി മുമ്പിൽ വെച്ച് വലിയ വലിയ ദാബലുള്ള ഭക്ഷണം പോലും നിൽക്കില്ല. നിങ്ങൾ എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട്. ഇനി മുതൽ ദിവസവും ഞാൻ ഇതുപോലെ കിച്ചടി തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവരാം. അന്ന് മദൻ വളരെയധികം സന്തോഷവാനായിരുന്നു. ഈ സന്തോഷം കണ്ട് മീനാക്ഷി ചോദിച്ചു, എന്താ കാര്യം? ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം എന്നോട് കൂടി പറയൂ. ഞാൻ പറയുന്ന കാര്യം പറഞ്ഞാൽ നീ തീർച്ചയായിട്ടും വിശ്വസിക്കില്ല മീനാക്ഷി. പോയി ആ കിച്ചടി പാത്രം പോയി നോക്കിട്ട് വാ. നിനക്ക് എന്നെ നന്നായിട്ട് അറിഞ്ഞേക്കാം. മീനാക്ഷി കിച്ചടി കൊണ്ടുപോയ പാത്രം കണ്ടു. ഞാൻ പറഞ്ഞതല്ലേ നീ വിശ്വസിക്കില്ല എന്ന്. വിറ്റുപോയി. ഉണ്ടായിരുന്ന എല്ലാ കിച്ചടിയും എനിക്ക് വിറ്റുപോയിട്ടുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാ സംഭവിച്ചത്? അതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദിവസവും എന്തളവ് മസാലയാണ് ഇടുന്നത് അത് തന്നെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴെങ്ങനെയാണ് വ്യത്യാസമായിട്ട് മാറിയത്? എന്ത് വ്യത്യാസം ഉണ്ടാവനാ? ആ തിളങ്ങുന്ന കല്ല് ആ കിച്ചടിയിലേക്ക് വീണു, അത്ര തന്നെ. അതുകൊണ്ട് കിച്ചടി പിന്നെയും മോശമായി. ആ കല്ല് തന്നെയാണ്. ആ മിന്നുന്ന കല്ല് കൊണ്ടാണ് ഇത്രയും രുചിയായിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇതുള്ള നടന്നിരിക്കുന്നത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ദിവസവും കിച്ചടി മുഴുവൻ വിറ്റ് തീരുവോ? നമുക്ക് ഇനി മുതൽ കഷ്ടപ്പാട് ഒന്നും ഉണ്ടാകില്ലേ? അങ്ങനെ ഒരു മാസം കടന്നുപോയി. മദൻ തന്റെ വരുമാനത്തിൽ നിന്ന് മസാല കിച്ചടി എന്ന പേരിൽ വളരെ വലിയ ഒരു കട തുറന്നു. മദൻ ആളുകൾക്ക് കിച്ചടി വിതരണം ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ചമ്പക് ആ സ്ഥലത്തേക്ക് വന്നത്. എന്റെ ചേട്ടാ, എന്താ നിങ്ങളുടെ സ്ഥിതി എന്നെ മാറിയിട്ടുണ്ടല്ലോ. എല്ലാം ദൈവത്തിന്റെ കൃപയാണ് ചമ്പക്. പറയൂ, നിനക്ക് എത്ര പ്ലേറ്റ് ആണ് വേണ്ടത്? ഇല്ല, ഇന്ന് ഞാൻ കിച്ചടി കഴിക്കാൻ വന്നതല്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. പറയൂ മോനെ, എന്തിനാ വിഷമിക്കുന്നത്? നിനക്ക് എന്താ ചോദിക്കേണ്ടത് വെച്ചാൽ നീ ധാരാളമായിട്ട് ചോദിച്ചോളൂ. അത് പിന്നെ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളുടെ അടുത്ത് അങ്ങനെ സംസാരിച്ച എന്നോട് ക്ഷമിക്കണം നിങ്ങൾ. എനിക്ക് ഇപ്പോഴാണ് എല്ലാം മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഭക്ഷണത്തിൽ എത്ര രുചിയുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വഴി അറിയണം വന്നതാണ്. ശരി മോനെ. ചമ്പകിനോട് മദൻ തിളങ്ങുന്ന ആ കല്ലിനെ പറ്റി മാത്രം പറഞ്ഞില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ശരി ചേട്ടാ, ശരി. ഞാനിപ്പോഴിവിടുന്ന് പുറപ്പെടുകയാണ്. ഇയാൾ ശരിക്കും ഒരു വട്ടനാണെന്ന് തോന്നുന്നത്. മൊത്തമായിട്ട് കിച്ചടി എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ ഞാനും ഇതുപോലെ തന്നെയാണ് കട തുറക്കാൻ പോകുന്നത്. പിറ്റേ ദിവസം മദൻ തന്റെ കടയിലേക്ക് വന്നു. അവിടെ എത്തിയപ്പോൾ ചമ്പക് മദന്റെ കടയുടെ തൊട്ടടുത്തു തന്നെ ഒരു പുതിയ മസാല കിച്ചടി കട തുടങ്ങിയിരിക്കുന്നത് കണ്ടു. വാവ് ചമ്പക്, നീയും ഒരു കിച്ചടി കട തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് നല്ല അസൂയുണ്ടെന്ന് തോന്നല്ലോ മുത്തശ്ശ. നിങ്ങളല്ലേ എങ്ങനെ ഉണ്ടാക്കണ്ട എനിക്ക് പറഞ്ഞു തന്നത്. ഇല്ല, എനിക്ക് അങ്ങനൊന്നുമില്ല. എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ ചമ്പക്. മതി, ഈ നാടകമൊക്കെ നിർത്തിക്കോ. ഇന്നും കച്ചവടം തുടങ്ങിയിട്ടില്ല. നിങ്ങൾ പിന്നെ വന്നേക്ക്. ശരി മോനെ. അന്ന് കഴിഞ്ഞു. ഇയാളുടെ വർത്തമാനം കേട്ടാ ഇയാൾക്ക് അസൂയ വന്നിട്ടില്ലെന്നാണല്ലോ പറയുന്നത്. അതും ഇയാളുടെ മുമ്പിൽ എന്നെ കടയിൽ വെച്ചതിന് ശേഷം. ജനങ്ങളും വരുന്നുണ്ടല്ലോ. മദൻ ആ എല്ലാ സംസാരവും കേട്ടുകൊണ്ട് യാതൊന്നും പറയാതെ തന്റെ കടയിലേക്ക് നടന്നു. ചമ്പകിന്റെ പുതിയ കട കണ്ട് ചില ആളുകൾ അങ്ങോട്ടേക്ക് പോയി. നീയും മസാല കിച്ചടി വിൽക്കാൻ വന്നിട്ടുണ്ടോ ചമ്പക്? അതെ മച്ചാനെ, അതെ. വരൂ, നിങ്ങളും ഒന്ന് കഴിച്ചു നോക്കൂ. തന്റെ കടയിലേക്ക് വന്ന ആളുകൾക്കെല്ലാവർക്കും ചമ്പക് കിച്ചടി എടുത്തു കൊടുത്തു. എല്ലാവരും കിച്ചടി കഴിച്ചു.
പക്ഷേ ആരും തന്നെ ആ കിച്ചടിയെ പറ്റി ഒരു നല്ല വാക്ക് പറഞ്ഞില്ല. ചേട്ടാ എന്താണ് കാര്യം മക്കാൻചു? വീണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ കിച്ചടിയിലൊന്നും സ്പെഷ്യലായിട്ടൊന്നും ഇല്ലല്ലോ. നമ്മൾ വീട്ടിലെങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോ അതുപോലെ തന്നെയാണല്ലോ. മദൻ ചേട്ടനെ കൊണ്ട് മാത്രമാണ് അതുപോലെയുള്ള കിച്ചടി ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നത്. അത് എങ്ങനെ സംഭവിക്കും? ഞാൻ ആ മദൻ ചേട്ടൻ പറഞ്ഞതുപോലെയാണല്ലോ ഞാൻ ഈ കിച്ചടി ഉണ്ടാക്കിയുള്ളത്. ആ മദൻ ചേട്ടൻ എന്നെ നന്നായിട്ട് പറ്റിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാക്കുന്ന വിധം എന്തോ എൻ്റെ അടുത്ത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണോ? അപ്പൊ നീ അയാളുടെ അടുത്താണോ പഠിച്ചിരിക്കുന്നത്? ഇപ്പൊ അവരെ മേലെ തന്നെ നീ തെറ്റിദ്ധാരണയായിട്ട് പറയുകയാണോ? അത് ആ ചേട്ടന്റെ വലിയ മനസ്സ് തന്നെയാണ്. നിനക്ക് എന്നെ എങ്ങനെ ചെയ്തു കൊടുക്കണ്ട പഠിപ്പിച്ചതല്ലേ? ആ ചേട്ടാ ദേഷ്യപ്പെടല്ലേ, ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞതാണ്. ചമ്പക്ക് വളരെയധികം കോപാകുലനായിരുന്നു. പക്ഷെ അവൻ പല്ലിറുമിക്കൊണ്ട് തന്നെ നിന്നു. പിറ്റേ ദിവസം ചമ്പക് മദന്റെ കിച്ചടിയുടെ രഹസ്യം അറിയാനായി അവരുടെ അടുക്കളയുടെ ജനലിന് സമീപം മറഞ്ഞു നിന്ന് മീനാക്ഷി എങ്ങനെ കിച്ചടി ഉണ്ടാക്കുന്നതെന്ന് നോക്കിക്കൊണ്ടു നിന്നു. മസാല നന്നായിട്ട് തിളച്ചതിന് ശേഷം നീ അതിൻ്റെ ഉള്ളിൽ ആ കല്ലങ്ങ് ഇട്ടേക്ക് മീനാക്ഷി. പിന്നെ നീ പാത്രത്തിലേക്ക് എടുത്തു വെച്ചേക്ക്. ദാ വരുന്നു. അങ്ങനെയാണോ? അപ്പോൾ ഈ മിനുക്കുന്ന കല്ല് ഇട്ടതിന് ശേഷമാണ് ഈ കിച്ചടി ഇത്ര രുചിയായിട്ട് വന്നിട്ടുണ്ടോ? മീനാക്ഷി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്നു. ഇപ്പോൾ അടുക്കളയിൽ മറ്റാരും തന്നെ ഇല്ല. ആ അവസരം മുതലാക്കിക്കൊണ്ട് ചമ്പക് അടുക്കളയിലേക്ക് പോയി. എന്നിട്ട് ആ കല്ല് മോഷ്ടിക്കാൻ തുടങ്ങി. അതിനുള്ളിൽ തന്നെ മദൻ അടുക്കളയിലേക്ക് എത്തിപ്പെട്ടു. എടാ ചമ്പക്, നീ എന്റെ കിച്ചണിൽ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? പിന്നെ ഈ കല്ല് നീ എങ്ങോട്ടാ എടുത്തിട്ട് പോകാൻ നോക്കുന്നത്? ഇത് ഇവിടെ തന്നെ വെച്ചേക്ക്. ചേട്ടാ എന്നോട് ക്ഷമിക്കണം. അത് വന്നിട്ട് ഞാൻ എന്ത് രഹസ്യം അറിയാൻ വേണ്ടി വന്നതാണ്. ഈ കല്ല് ഇട്ടതിന് ശേഷം ഇത് എങ്ങനെയാണ് രുചിയാവുന്നതെന്ന്. അങ്ങനെയാണോ? എനിക്ക് മനസ്സിലായി ചമ്പക്. അറിയുന്നത് നല്ല കാര്യമാണ്, പക്ഷേ ഇങ്ങനെ മോഷ്ടിക്കുന്നത് നല്ല കാര്യമല്ലല്ലോ. എന്നോട് ക്ഷമിക്കണം ചേട്ടാ, ഇത് നിങ്ങൾ ആരടുത്തും പറയാൻ പാടില്ല. എനിക്കും നിങ്ങളെ പോലെ തന്നെ കിച്ചടി ഉണ്ടാക്കാൻ ആഗ്രഹമാണ്. നിങ്ങൾ ദയവായിട്ട് എൻ്റെ അടുത്ത് ഒരു കാര്യം പറയണം. നിങ്ങൾക്ക് ഈ കല്ല് എവിടുന്നാണ് കിട്ടിയത്? ശരി, ഞാൻ പറയുന്ന മാത്രം കേൾക്കൂ. ഞാൻ ആ മലേന്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ മനസ്സായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അതിനുശേഷം നദീന്റെ അടുത്താണ് ഞങ്ങൾക്ക് ഈ മിന്നുന്ന കല്ല് കിട്ടിയത്. അങ്ങനെയാണോ ചേട്ടാ? എന്നാൽ ഞാനും അതുപോലെ തന്നെ അങ്ങ് ചെയ്തേക്കാം. ആ വലിയ ആളുടെ ആലോചന എന്നെ വളരെ വ്യത്യാസമായിട്ടുണ്ടല്ലേ. ഒരു പ്രാവശ്യം കിച്ചടി ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്നാലും ആ മിന്നുന്ന കല്ലിനെ പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ചമ്പക് അതുപോലെ തന്നെ ചെയ്തു. അതായത് മദൻ എങ്ങനെ പറഞ്ഞു അങ്ങനെ തന്നെ. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം അവൻ നദിക്കരയിലേക്ക് ആ കല്ല് അന്വേഷിച്ചു ചെന്നു. അപ്പോഴാണ് ആ സ്ഥലത്ത് തിളങ്ങുന്ന ഒരു കല്ലവൻ കണ്ടത്. മദൻ ചേട്ടൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതുപോലെയാണല്ലോ നടന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ നോക്കട്ടെ എന്റെ കട എങ്ങനെ നടക്കാതെ പോലെ ഇരിക്കുന്നെന്ന്. ഒരു പ്രാവശ്യം നന്നായിട്ട് നടന്നാൽ പിന്നെ ആ മദൻ ചേട്ടനെ എങ്ങനെ നമുക്ക് നോക്കിയേക്കാം. ചമ്പക് തന്റെ കടയിൽ നിന്നുകൊണ്ട് ഉറക്കെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മക്കാഞ്ചു കടന്നു വന്നത്. വരൂ വരൂ, ഈ ലോകത്തിലെ ഏറ്റവും രുചിയുള്ള കിച്ചടി കഴിക്കാൻ വരൂ വരൂ വരൂ. എന്താണ് കാര്യം ചമ്പക്? ഇന്നെന്തെങ്കിലും പുതുവിധമായ മോഷണം എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? ആ കഴിച്ചു നോക്ക്, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാനും കഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണോ? എന്നാ തന്നേക്ക്. നീ എന്താ ഉണ്ടാക്കിയ ഞാൻ നോക്കട്ടെ. ഇതാ പിടിച്ചോളൂ, ചൂടുള്ള മസാല കിച്ചടി. മക്കഞ്ചു ഒരേ ഒരു ഉരുള എടുത്ത് വായിലേക്ക് വെച്ചു. അതിൽ കിച്ചടിക്ക് പകരം മണ്ണിന്റെ രുചിയായിരുന്നു. അയാൾക്ക് വല്ലാതെ വയറുവേദന അനുഭവപ്പെട്ടു. അയ്യോ, നീ എന്താ എനിക്ക് കഴിക്കാൻ തന്നത്? ഞാൻ നിന്നെ പറ്റി കംപ്ലൈന്റ് ചെയ്യാൻ പോവുകയാണ് ചമ്പക്. അയ്യോ എന്റെ ചേട്ടാ, എന്നോട് ക്ഷമിക്കണം. ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇത് ഞാനും കഴിച്ചു നോക്കിയതാണല്ലോ. അപ്പോഴേക്കും മദൻ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളവുമായി അങ്ങോട്ടേക്ക് ഓടി വന്നു. ഇതാ, ഈ വെള്ളം കുടിച്ചോളൂ മക്കഞ്ചു. വളരെ നന്ദിയുണ്ട് ചേട്ടാ. ഇതിൽ എൻ്റെ ഒരു തെറ്റുമില്ല. ഈ ചേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നദിക്കരേൻ്റെ അടുത്ത് ഒരു കല്ലുണ്ടാവും, അതുകൊണ്ടാണ് കിച്ചടിയിൽ രുചി ഉണ്ടാവും പറഞ്ഞു. ഇതിൽ തെറ്റുണ്ടെങ്കിൽ അത് ആരുടെ ഭാഗത്ത് വെച്ചാൽ
അത് നീ മാത്രമാണ് ചമ്പക്. നീ എന്റെ അടുത്ത് അസൂയപ്പെടുത്തിട്ട് നീ അത് എങ്ങനെ ഉണ്ടാക്കാൻ എന്റെ അടുത്ത് ചോദിച്ചു. എന്റെ കല്ല് മോഷ്ടിക്കാൻ നീ ശ്രമവും എടുത്തിട്ടുണ്ട്. പക്ഷേ ഈശ്വരനെ എപ്പോഴും നിനക്ക് പറ്റിക്കാനേ പറ്റില്ല. മദൻ പറഞ്ഞത് കേട്ട് ചമ്പക്കിന് തന്റെ വൃത്തികെട്ട സ്വഭാവം മാത്രമല്ല താൻ ചെയ്ത തെറ്റും മനസ്സിലായി തുടങ്ങി. ഇതിനു ശേഷമാണ് മദന്റെ ജീവിതം സമാധാനപൂർണമായത്.